നമ്മുടെ യാത്ര തുടങ്ങുന്നത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വിഴിഞ്ഞം എന്ന ചെറിയ തീരത്തു നിന്നാണ്. ഒറ്റ നോട്ടത്തിൽ ശാന്തമെന്ന് തോന്നുമെങ്കിലും ലോകത്തിലെ രണ്ട് വൻശക്തികൾ തമ്മിലുള്ള നിശബ്ദമായ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഈ തീരം മാറിക്കഴിഞ്ഞു. പതിറ്റാണ്ടുകളായി ഇന്ത്യ കാത്തിരുന്ന ഒരു സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് ഡീപ്പ് വാട്ടർ മൾട്ടിപർപ്പസ് സീപോർട്ട് കേവലം ഒരു തുറമുഖമല്ല, അത് ചൈനയുടെ വർഷങ്ങളായുള്ള ആധിപത്യത്തിന് ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ പ്രഹരമാണ്. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം സമുദ്രങ്ങളിലെ വ്യാപാരത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ലോകത്തിൻ്റെ ചരക്കു നീക്കത്തിൻ്റെ ഭൂരിഭാഗവും നടക്കുന്നത് വലിയ കണ്ടെയ്നർ കപ്പലുകളിലൂടെയാണ്. ഈ കപ്പലുകൾക്കടുക്കാൻ വലിയ ആഴമുള്ള തുറമുഖങ്ങൾ ആവശ്യമാണ്. വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ സ്വാഭാവികമായ ആഴമാണ്. കടൽ തീരത്തോട് ചേർന്ന് തന്നെ ഏകദേശം 20 മീറ്ററിലധികം ആഴമുള്ള വിഴിഞ്ഞം ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകളെ സ്വീകരിക്കാൻ പ്രാപ്തമാണ്. ഇതുവരെ ഇത്തരം കപ്പലുകൾക്ക് ഇന്ത്യയിൽ അടുക്കാൻ കഴിയില്ലായിരുന്നു. പകരം ഇന്ത്യയിലേക്കുള്ള സാധനങ്ങൾ പോലും കൊളംബോയിലോ ദുബായിലോ സിംഗപ്പൂരിലോ എത്തിച്ച് അവിടെ നിന്ന് ചെറിയ കപ്പലുകളിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നു പതിവ്. ഈ ഒരു പോരായ്മയാണ് ചൈന ഇത്രയും കാലം മുതലെടുത്തത്. എന്നാൽ വിഴിഞ്ഞം പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചരക്കു നീക്കത്തിൻ്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിലേക്ക് തിരിച്ചു വരികയാണ്. വിഴിഞ്ഞത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യയെ ചുറ്റിയുള്ള കടലിലെ ചൈനീസ് സാന്നിധ്യം തിരിച്ചറിയണം. ഇതിനെയാണ് സ്ട്രിങ് ഓഫ് പേൾസ് അഥവാ മുത്തുമാല തന്ത്രം എന്ന് വിളിക്കുന്നത്. ഒരു ഭീമൻ മാലയിലെ മുത്തുകൾ പോലെ ഇന്ത്യയെ ചുറ്റിവരിഞ്ഞ് കീഴ്പ്പെടുത്തുക എന്നതാണ് ഇതിലൂടെ ചൈന ലക്ഷ്യമിടുന്നത്. ഇതിനായി ചൈന തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ തുക പലിശയ്ക്ക് കടം നൽകി ആ കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ അവരുടെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ സ്വന്തമാക്കുന്ന ഡെപ്റ്റ് ട്രാപ്പ് ഡിപ്ലോമസിയാണ് ചൈന ഇവിടെ പയറ്റുന്നത്. ഈ മുത്തുമാലയിലെ ഓരോ മുത്തുകളും ഇന്ത്യയുടെ കഴുത്തിന് നേരെയുള്ള ഓരോ ആയുധങ്ങളാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം വഴി ചൈനയ്ക്ക് അറബിക്കടലിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നു. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടമാണിത്. മറ്റൊന്ന് ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട ആണ്. കടം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ 99 വർഷത്തെ പാട്ടത്തിന് ശ്രീലങ്ക ഈ തുറമുഖം ചൈനയ്ക്ക് നൽകി. ഇതോടെ ഇന്ത്യയുടെ തൊട്ടു താഴെ ചൈനയ്ക്ക് ഒരു സൈനിക താവളം എന്ന നിലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇടം ലഭിച്ചു. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖവും ചൈനീസ് നിക്ഷേപത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യയെ നിരീക്ഷിക്കാൻ ഇതിലൂടെ ചൈനയ്ക്ക് സാധിക്കുന്നു. മ്യാൻമാറിലെ ക്യാപ്ക്യൂ തുറമുഖമാണ് മറ്റൊരു കണ്ണി. ഇവിടെ നിന്ന് ചൈനയുടെ യുനാൻ പ്രവിശ്യയിലേക്ക് നേരിട്ട് ഗ്യാസ് പൈപ്പ് ലൈനുകൾ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. ആഫ്രിക്കൻ രാജ്യമായ ജിബൌട്ടിയിലെ ചൈനീസ് മിലിറ്ററി ബേസാണ് ഈ മാലയിലെ മറ്റൊരു പ്രധാന മുത്ത്. ചെങ്കടലിൻ്റെയും ഏതൻ ഗൾഫിൻ്റെയും നിയന്ത്രണം ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നു. പുറമേ ഇവയെല്ലാം വ്യാപാര തുറമുഖങ്ങളാണെന്ന് ചൈന അവകാശപ്പെടുമെങ്കിലും യുദ്ധസമയത്ത് ഇന്ത്യയെ 4 പാട് നിന്നും വളയാൻ ചൈനീസ് നാവികസേനയ്ക്ക് ഈ തുറമുഖങ്ങൾ ഉപയോഗിക്കാം എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ ഭീഷണി. ചൈനയുടെ ഈ നീക്കം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ വെല്ലുവിളിയാണ്. ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യയുടെ തറവാടാണ്. ഇവിടെ ചൈനീസ് അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും നിരന്തരമായി സഞ്ചരിക്കുന്നത് ഇന്ത്യയെ നിരീക്ഷിക്കാനാണ്. അമേരിക്കയെയും യൂറോപ്പിനെയും മറികടന്ന് ലോകത്തിലെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയാകണമെങ്കിൽ സമുദ്ര വ്യാപാരം ചൈനയുടെ നിയന്ത്രണത്തിലാകണം. ഇതിന് തടസ്സമായി നിൽക്കുന്ന ഏറ്റവും വലിയ ശക്തി ഇന്ത്യയാണ്. അതുകൊണ്ടാണ് വടക്ക് ഹിമാലയത്തിൽ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ തെക്ക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ ശ്വാസം മുട്ടിക്കാൻ ചൈന ശ്രമിക്കുന്നത്. മലാക്ക സ്ട്രെയിറ്റ് വഴി ചൈനയിലേക്കുള്ള ഇന്ധന നീക്കം തടയാൻ ഇന്ത്യക്ക് കഴിയുമെന്ന ഭയം ചൈനയ്ക്കുണ്ട്. ഇതിനെ മറികടക്കാനാണ് CPEC വഴി പാകിസ്ഥാനിലൂടെ അറബിക്കടലിലേക്ക് ചൈന പാത വെട്ടുന്നത്. ഇതിലൂടെ ഇന്ത്യയെ മറികടന്ന് മധ്യേഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും അവർക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കും. ഈ ഒരു വലിയ അധിനിവേശത്തെയാണ് വിഴിഞ്ഞം പോലുള്ള പദ്ധതികളിലൂടെ ഇന്ത്യ പ്രതിരോധിക്കുന്നത്. എന്നാൽ ഇന്ത്യ വെറുതെ ഇരിക്കുകയല്ല. ചൈനയുടെ മുത്തുമാലയ്ക്ക് മറുപടിയായി ഇന്ത്യ നെയ്തെടുത്ത തന്ത്രമാണ് നെക്ലസ് ഓഫ് ഡയമണ്ട്സ് അഥവാ വജ്രമാല തന്ത്രം. ചൈന നമ്മളെ വളയുമ്പോൾ നമ്മൾ അവരെ തിരിച്ചും വളയുന്നു എന്നതാണ് ഇതിൻ്റെ നയം. ഈ വജ്രമാലയിലെ ഓരോ വജ്രങ്ങളും
ചൈനയുടെ മുത്തുമാലയെ പൊട്ടിക്കാൻ ശേഷിയുള്ളവയാണ്. ഇറാനിലെ ചബ്ബഹാർ തുറമുഖമാണ് ഇതിലെ ഏറ്റവും തിളക്കമുള്ള വജ്രം. പാകിസ്ഥാനിലെ ഗ്വാദറിന് ഇന്ത്യ നൽകുന്ന നേരിട്ടുള്ള മറുപടിയാണിത്. ഇതിലൂടെ പാകിസ്ഥാനെ ഒഴിവാക്കി ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും സെൻട്രൽ ഏഷ്യയിലേക്കും പാത തുറക്കാൻ കഴിഞ്ഞു. ഒമാനിലെ ഡുക്കം തുറമുഖമാണ് അടുത്ത പ്രധാന കേന്ദ്രം. ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്ക് ഇവിടെ ഇന്ധനം നിറയ്ക്കാനും സൈനികമായ ആവശ്യങ്ങൾക്കും അനുവാദം ലഭിച്ചത് അറബിക്കടലിൽ വലിയ മുൻതൂക്കം ഇന്ത്യക്ക് നൽകുന്നു. മൗറീഷ്യസിലെ അഗലേല ദ്വീപിൽ ഇന്ത്യ നിർമ്മിച്ച എയർ സ്ട്രിപ്പും കമ്മ്യൂണിക്കേഷൻ കേന്ദ്രവും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് ഇന്ത്യ ഒരു വലിയ നിരീക്ഷകനാക്കി മാറ്റി. ഇന്തോനേഷ്യയിലെ സബാം തുറമുഖം ഇന്ത്യയുടെ കൈവശം എത്തിയത് ചൈനയുടെ ചങ്കിടിപ്പ് കൂട്ടി. കാരണം മലാക്ക സ്ട്രെയ്റ്റിൻ്റെ തൊട്ടടുത്താണ് ഈ തുറമുഖം. യുദ്ധമുണ്ടായാൽ ചൈനയുടെ സമുദ്ര വ്യാപാരം തടയാൻ ഇന്ത്യക്ക് ഇവിടെ നിന്ന് സാധിക്കും. മംഗോളിയയിലെ ഡാർക്കാൻ റിഫൈനറിയും ജപ്പാനുമായുള്ള സൈനിക സഹകരണവും ചൈനയെ അവരുടെ തന്നെ വടക്കൻ അതിർത്തികളിൽ ഭീതിയിലാക്കുന്നു. ഇതുകൂടാതെ വിയറ്റ്നാം, ജപ്പാൻ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളുമായുള്ള ബന്ധം ഇന്ത്യ ശക്തമാക്കി. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ അധിനിവേശത്തിൽ ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യ അവർക്ക് ബ്രഹ്മോസ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ നൽകി ചൈനയ്ക്കെതിരെ പ്രതിരോധം തീർക്കാൻ സഹായിക്കുന്നു. ചൈന ഇന്ത്യയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ പസഫിക് സമുദ്രം വരെ ചെന്ന് ചൈനയെ അവരുടെ തട്ടകത്തിൽ വെല്ലുവിളിക്കുകയാണ്. വീണ്ടും വിഴിഞ്ഞത്തിലേക്ക് വരാം. വിഴിഞ്ഞം പദ്ധതി പൂർത്തിയാകുമ്പോൾ ചൈനയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ പിടിച്ചെടുക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം മാത്രമല്ല, വലിയൊരു തന്ത്രപ്രധാന ആധിപത്യം കൂടിയാണ്. കൊളംബോ തുറമുഖത്തെ നിയന്ത്രിക്കുന്നത് ചൈനയാണ്. ഇന്ത്യയിലേക്കുള്ള ഭൂരിഭാഗം ചരക്കുകളും ഇതുവരെ കൊളംബോ വഴിയാണ് വന്നിരുന്നത്. ഇതിലൂടെ ഇന്ത്യയുടെ ചരക്ക് നീക്കത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ചൈനയ്ക്ക് ലഭിച്ചിരുന്നു. എന്നാൽ വിഴിഞ്ഞം വരുന്നതോടെ കൊളംബോയുടെ പ്രസക്തി കുറയും. കപ്പലുകൾ വിഴിഞ്ഞത്തെ ആശ്രയിക്കാൻ തുടങ്ങും. ഇത് ചൈനയുടെ വരുമാനത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയ്ക്കുമേൽ ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കൈ നൽകുകയും ചെയ്യുന്നു. ചൈനീസ് ചാരക്കപ്പലുകൾക്ക് ശ്രീലങ്ക നൽകുന്ന അനുവാദം പലപ്പോഴും ഇന്ത്യയെ പ്രകോപിപ്പിക്കാറുണ്ട്. വിഴിഞ്ഞം ശക്തിയാകുന്നതോടെ ശ്രീലങ്കയെയും മറ്റു രാജ്യങ്ങളെയും ഇന്ത്യയോട് ചേർത്ത് നിർത്താൻ നമുക്ക് കൂടുതൽ സാമ്പത്തിക കരുത്ത് ലഭിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് ലോകം എങ്ങനെ ഒരു പുതിയ ശീതയുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ കോൾഡ് വാറിലേക്ക് നീങ്ങുന്നു എന്നതാണ്. ഹിമാലയത്തിലെ മലനിരകളേക്കാൾ വലിയ യുദ്ധം നടക്കുന്നത് സമുദ്രത്തിനടിയിലാണ്. ചൈനയുടെ BRI അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയും ഇന്ത്യയുടെ IMEC അല്ലെങ്കിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ എക്കണോമിക് കൊറിഡോറും തമ്മിലുള്ള മത്സരമാണിത്. വിഴിഞ്ഞം ഒരു തുടക്കം മാത്രമാണ്. അഗലേല ദ്വീപിലും ഗ്രേറ്റ് നിക്കോബാറിലും ഇന്ത്യ നടത്തുന്ന വികസനങ്ങൾ വരും ദശകങ്ങളിൽ ഇന്ത്യയെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവിക ശക്തിയാക്കി മാറ്റും. ഭാരതത്തിൻ്റെ സുരക്ഷയും സാമ്പത്തിക ഭദ്രതയും ഇനി സമുദ്രങ്ങളിൽ നിന്നാണ് രൂപപ്പെടുക. ചൈനയുടെ മുത്തുമാല അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് പേൾസിനെ ഇന്ത്യയുടെ വജ്രമാല പൊട്ടിച്ചെറിയുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പ്രകൃതിയും ഭൂമിശാസ്ത്രവും സാങ്കേതിക വിദ്യയും ചേരുന്ന ഈ വലിയ ജിയോ പൊളിറ്റിക്കൽ കളിയിൽ ഇന്ത്യ തൻ്റെ കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗമരാഷ്ട്രീയത്തിലെ ഈ പോരാട്ടങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. വരും ദിവസങ്ങളിൽ കൂടുതൽ ഗൗരവമേറിയ വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും എത്തും. അതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.